എന്നെ കൊണ്ടുപോയില്ലാന്ന്. അതിനാ ഞാൻ അവിടെ അടങ്ങി കഴിഞ്ഞ് നടക്കാത്തോണ്ടല്ലേ നീ തുള്ളിച്ചോടി കിടക്കുമല്ലോ അതില്. എന്റെ പപ്പ എനിക്ക് അറിയില്ലാണേ. എങ്ങനെ കൈ കൊണ്ട് ആ കൈ കൊണ്ട് ഉത്സവം പോയി അടിച്ചു പൊളിക്കും കേട്ടോ. കാറി കയറുവോ? ഞാൻ കാറി കയറൂല. ഹായ് ഞങ്ങള് പോകട്ടാടാ. നിന്റെ 100 രൂപ ഞാൻ പിടിക്കാം കൊണ്ടാ. എടാ നീ വരണ്ട, നീ ഇവിടെ ഇരുന്നോ. പപ്പ പൈസ തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 3 പേർക്ക് അടിച്ചു പൊളിക്കാട്ടോ. സെറ്റ്. ബാത്റൂമിൽ ഒരുത്തനിരിപ്പുണ്ട്. അവനോട് പൈസ എന്നോട് പറയണ്ട. അവനോട് പറയരുത് കേട്ടോ. എന്നിട്ട് ഇച്ചാച്ചനോട് വേറെ പൈസ ചോദിക്കണം. എന്നാലും നമുക്ക് വേറെ റൈഡിന് കയറാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇതല്ല ബാത്റൂമിൽ ഇരുന്ന് കേൾക്കുന്ന ഇച്ച. അപ്പൊ ഉടനെ നമ്മൾ പിന്നെ ഇറങ്ങിട്ടോ. കുഞ്ഞിപ്പെണ്ണും മമ്മിയും വരുന്നില്ല കേട്ടോ. അപ്പൊ കുഞ്ഞിപ്പെണ്ണും മമ്മീനെ പാല കൊടുത്ത് വയറൊക്കെ നിറച്ച് ഇവിടെ കിടത്തി അവർ രണ്ടുപേരും ഉറങ്ങുവാണ്. ഉച്ചക്ക് നല്ല മധുരമുള്ള കട്ട നല്ല പായസമായിരുന്നു കേട്ടോ. മധുരം കഴിച്ചിട്ട് എനിക്ക് കിക്കായി. അത് 2-3 ഗ്ലാസ് പായസം കുടിച്ചു. അപ്പൊ നമ്മള് പിന്നെയും ബസ്സിന് പോട്ടോ. ഇച്ച ഇല്ല കേട്ടോ. ഇച്ചക്ക് 100 രൂപ തിരിച്ചോ. അപ്പൊ പപ്പ നമുക്ക് പൈസ തന്നിട്ടുണ്ട്. നമ്മള് ഇച്ചയും തന്നിട്ടുണ്ട് 500 രൂപ. അപ്പൊ നമ്മളിന്ന് പൊരിക്കും അല്ലടോ. കൊട എടുത്തോ? ആ ചേച്ചി ഞാൻ സെറ്റായിട്ട് വരുന്നുണ്ട്. പറ്റാവുന്ന അത്രയും തെണ്ടു കേട്ടോ. 3 എടാ നിക്കടാ. ആ ഇവനെ ഇങ്ങനെ കിടത്തിയിട്ടായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ ഇവൻ അറിവായത് കാരണം ഇവനെ നിർത്തിയിട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ ചേച്ചി. ചോദിച്ചു നാണം കിടത്തേക്ക് ഒരു പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ശീലാട്ടോ. ഞങ്ങൾ 2 എവിടെ പോയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് വേണം അതുവഴിയൊക്കെ പോയി നമ്മളെവിടെ പോണേ. പിന്നെ ഉത്സവത്തിന് ഞങ്ങള് നീട്ടയും തപ്പിത്തിറങ്ങണത്. നീട്ടയും തപ്പി വീട്ടിൽ കയറുമ്പോ പാചരാത്രിയാണ്. അതെ. അമ്പോ മറ്റേ ആനേന്റെ ചെങ്കയില് പോലെ കുഞ്ഞാറ്റി ചേരും. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. ഇതിന് എത്ര രൂപയാ? ഭയങ്കര ഇഷ്ടമായി. എന്ത് രസമാ. ഇത് അടിപൊളിയാ ചേച്ചിയെ. ഇത് അടിപൊളിയാ. കണ്ടോ സാരീനൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിരിക്കും. ഇത് ഞങ്ങളുടെ ശങ്കരൻകുട്ടി. 6 പതിറ്റാണ്ടുകളോളം നമ്മളെ സീതാദേവി അമ്മയുടെ തിടമ്പേറ്റിയ ശങ്കരൻകുട്ടി. 2012 ഒക്ടോബർ 15-നാണ് നമ്മുടെ ശങ്കരൻകുട്ടി ചെരിഞ്ഞത്. അതിനോടനുബന്ധിച്ച് നമ്മുടെ ഈ കൊല്ലത്തെ ഉത്സവത്തിന് ശങ്കരൻകുട്ടിയുടെ അതേ പ്രതിമ അതേ ഹൈറ്റിലും എല്ലാ രീതിയിലും കൊണ്ടും പണിത് നമ്മുടെ ശങ്കരൻകുട്ടീനെ നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് 2 വാനരന്മാരാവാം എന്നാര് തീരുമാനിച്ചു? സുഗനും സാരണനും അങ്ങോട്ട് തീരുമാനിച്ച് സംശയമൊന്നും ഉണ്ടായില്ല. അവര് നിമിഷ നേരം കൊണ്ട് വേഷമൊക്കെ മാറി നോക്കുമ്പോ എന്താ കാണുന്നത്? 2 കുരങ്ങന്മാരെ. അസലായിട്ടുണ്ട്, കേമായിട്ടുണ്ട്. എന്താ ഒരു ഭംഗി. സുഖ നീ അസലായിട്ടുണ്ട് കേട്ടോ, കേമായിട്ടുണ്ട് കേട്ടോ. സാരണ നീ അസലായിട്ടുണ്ട്, നീയും കേമായിട്ടുണ്ട്. അങ്ങനെ സാരണനും എന്തായി? സന്തോഷമായി. ഞങ്ങളങ്ങനെ വാനരന്മാരായിട്ടോ. അപ്പോൾ ഇതാട്ടോ ഈ കൊല്ലത്തെ ആന. നമ്മുടെ സീതാദേവി അമ്മേൻ്റെ തിടമ്പേറ്റാൻ പോകുന്ന ആന ഇതാണ് കേട്ടോ, കൊമ്പൻ. ഏതാ ലുക്കിലെ ഉത്സവത്തിന് ആന ഒരു ഹരം തന്നെ. ഞങ്ങൾ ചെന്ന സമയമാണെങ്കിൽ ദീപാരാധനൻ്റെ സമയമായിരുന്നു കേട്ടോ. അപ്പം തിരിയൊക്കെ അമ്പലത്തിന് ചുറ്റും തിരി തെളിയിക്കാൻ കിട്ടുന്ന ഒരവസരമായിട്ടോ. അപ്പോൾ കുഞ്ഞേച്ചി ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുളിച്ച് നല്ലതായിട്ടാണല്ലോ അമ്പലത്തിൽ പോയത്. അപ്പോൾ എന്തായാലും
ദീപാരാധനയ്ക്ക് വിളക്കൊക്കെ കത്തിക്കാന്ന് വിചാരിച്ച് ഞാനും കുഞ്ഞേച്ചിയും വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിലാട്ടോ. മൺചിരാതിൽ തിരിയൊക്കെ എടുത്ത് ഡൂഡുനെയും കൊണ്ടും കത്തിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ കുഞ്ഞേച്ചിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ വിളക്കൊക്കെ കത്തിക്കാനുള്ളൊരവസരം കിട്ടിയിട്ടോ. ഒരുപാട് സന്തോഷമായിട്ടോ. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞാനും അമ്പലത്തിൽ ഇങ്ങനെ തിരിയൊക്കെ കത്തിക്കുന്നത് കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു മനസ്സറിഞ്ഞൊരു സന്തോഷം നിറയില്ലേ. അതേപോലെ ആയിട്ട് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ വൈകുന്നേരവും രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ തോന്നാറ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, മൈൻഡ് റിലാക്സായി കുറേ കാര്യങ്ങൾ പറയണം, അമ്മേൻ്റെ അടുത്ത് വിഷമമൊക്കെ കാര്യങ്ങളൊക്കെ പറയണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ അവിടെ ചെല്ലുമ്പം അവിടെ അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും കേട്ടോ. അമ്മേനെ അത്ര ഭംഗിയിലാട്ടോ അമ്മേനെ ദീപാരാധനയ്ക്കൊക്കെ ഒരുക്കി നിർത്തുക. എന്തൊരു ഭംഗിയാണെന്നറിയോ, നിറയെ തിരിയൊക്കെ കത്തിച്ച് അമ്പലം കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം. പിന്നെ ഒരു ഫുൾ സങ്കടമൊക്കെ മാറി സന്തോഷം, ഫുൾ മുഖത്തൊരു പുഞ്ചിരി വന്നു എല്ലാവരും ഒരു വട്ടെങ്കിലും തിരി കത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഒരു അയ്യപ്പൻ്റെ നടയിൽ കുറേ തിരി കത്തിക്കാൻ കിട്ടിയിരുന്നു കേട്ടോ. കുഞ്ഞേച്ചിക്കാണ് ഒരുപാട് സന്തോഷമായി കേട്ടോ. അമ്മേൻ്റെ മുന്നിൽ ഒരു തിരി കത്തിക്കാൻ പറ്റി, നമുക്ക് അയ്യപ്പൻ്റെ നടയിലൊക്കെ തിരി കത്തിക്കാൻ പറ്റി. ജാതിയും മതവും നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ. നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പുൽപ്പള്ളി അമ്മയുടെ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല കേട്ടോ. എല്ലാവർക്കും വരും, എല്ലാവരും ആനന്ദിക്കും, സന്തോഷിക്കും. അമ്മയെ ഒരു നോക്ക് കാണാനും പ്രാർത്ഥിക്കാനും വരുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കുമാണ് കേട്ടോ. ഞാൻ ഇച്ചേൻ്റെ കൂടെ വരുന്നതിന് മുന്നേ തന്നെ ഇവിടുന്ന് മമ്മിയും പപ്പയും കുഞ്ഞേച്ചിയും ഒക്കെ ഉത്സവത്തിന് പോകുമായിരുന്നു കേട്ടോ. അത് ഞാൻ വന്നതുകൊണ്ടാണ് ഇവർ വരുന്നത്, അങ്ങനെയൊന്നുമല്ല കേട്ടോ. അമ്മയുടെ ഉത്സവത്തിൻ്റെ ടൈമിൽ ഒരു പിടി അന്നദാനം കഴിക്കാൻ ഇവിടുന്ന് എല്ലാവരും എന്തായാലും പോയിരിക്കും പറ്റുമ്പോഴൊക്കെ. അതേപോലെ തന്നെ പപ്പയുടെ അപ്പനാണെങ്കിൽ പോലും നമുക്കിവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അമ്മയുടെ ഉത്സവത്തിൻ്റെ ടൈമിൽ ഒരു പങ്ക്, ഒരു ഓഹരി അതെന്തായാലും കൊടുത്തിരുന്നിട്ടുണ്ട് കേട്ടോ. അത്രയും വിശ്വാസമാട്ടോ ഇവിടെ പുൽപ്പള്ളി അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതെ. ഏതൊക്കെ പ്രദേശത്തു നിന്നാണ് ആൾക്ക് സീതാദേവി അമ്മയുടെ ഉത്സവം വരുന്നത്, അത്ര ഭക്തജനങ്ങളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് പുൽപ്പള്ളി അമ്പലത്തിലേക്ക്. ദീപാരാധന കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. അപ്പം ഇന്നൊരു കുഞ്ഞി താലമുണ്ട് കേട്ടോ. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരുപാട് സമയം കഴിയും. നമ്മളപ്പോൾ ഉത്സവപ്പറമ്പിലേക്ക് പോവാം കേട്ടോ. ഒരു മുഴത്തിന് 20 രൂപ കേട്ടോ. വേണോ? ഇഷ്ടമാണോ? മേടിച്ചോ? അച്ഛോ, ഇതൊക്കെ സന്തോഷം. കെട്ടി വെച്ചേക്കൂല്ലേ? നീ വെച്ചോ? 10 രൂപ മേടിച്ചല്ലോ. അത് വെറുതെ ഇങ്ങനെ ചുറ്റി വെച്ചു. 20 ഒരു മുഴം മേടിക്കാം, നമുക്ക് രണ്ടുപേർക്കും കേട്ടോ. ആ, ഒരു മുഴം. അപ്പൊ കൂട്ടുകാരെ നമ്മളിത് മുല്ലപ്പൂക്കെ മേടിച്ചിട്ടോ. മുല്ലപ്പൂക്കെ വെച്ച് ബാബാ എന്തായാലും പോവാം. ഉണ്ട്. അവന് മുള്ളിപ്പൂവാണ്. എനിക്ക് 2 കൊമ്പൊക്കെ കിട്ടി കൂട്ടാരെ. ഉണ്ട് മുല്ലപ്പൂവും കൊമ്പും സെറ്റ്. ഞങ്ങൾ റൈഡിന് കയറും മുന്നേ ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഗോബി മഞ്ചൂരി കഴിച്ചിട്ടോ. ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ കഴിക്കുന്ന കൊള്ളത്തില്ല എന്നൊക്കെ അറിയാം, പക്ഷേ ഭയങ്കര ടേസ്റ്റ് അല്ലേ അതിന്. പിന്നെ ഇത് ആകാശൂഞ്ഞാല്, ഒരു കപ്പ്, പിന്നെ തോണി, ഇത് 3 കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം. മറ്റേ മരണക്കിണറിൽ കയറുന്ന ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇത് നോക്കിക്കൊണ്ടിരിക്കുവാണേ. അങ്ങനെ 2 ടിക്കറ്റ് എടുത്തു കേട്ടോ. ആദ്യം തന്നെ ആകാശൂഞ്ഞാലിൽ കേട്ടോ. ഇതിലേറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡൂഡുവിന് ടിക്കറ്റ് വേണ്ട കേട്ടോ. ഡൂഡുവിന് ഒരു പേടിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ കയറുന്ന അവൻ ആദ്യമായിട്ട് കയറാൻ പോകുന്ന കേട്ടോ. എന്താവും എന്തോ. എന്റെ ദൈവമേ, ഡൂഡുവിനെ കൊണ്ട് ആകാശത്തോട്ട് കറങ്ങോട്ടോ. വീട്ടിൽ നിന്ന് ആരും വിളിച്ചിട്ടല്ലേ ഇതുവരെ. നമ്മൾ പോയാൽ വരും അറിയാം. ഡൂഡ് കാറോ? ഡൂഡു ഓക്കെ അല്ലേ? കേറാം. അയ്യോ ചന്ദനം ചാടും. നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരുമിച്ച് ഒരിടത്തിൽ കയറാൻ പോണേ. ചെറിയ നമ്മൾ 3 ഒരുമിച്ചിട്ടോ. നീ വേറെ കയറി പോയക്കല്ലേ? ഞാൻ പോലെ കുഞ്ഞേച്ച വേണ്ടിരുന്നത്. നമ്മള് കേറാൻ പോവാണ് കൂട്ടുകാരെ. ഏതായാലും നിമിഷം കഥ പൊന്തും.
ചാടി പോകും. അപ്പൊ ഞങ്ങളും മൂന്നും വേറൊരു ആള് കൂടി ഉണ്ട് കേട്ടോ. നമ്മളൊരു ട്രിപ്പായിട്ടോ കേട്ടോ. സ്കൈ ബേബി വീട്ടിൽ ഉറക്കി കിടത്തിയാലേ ഇതൊക്കെ നടക്കുള്ളൂ. മമ്മീന്റെ കൂടെ വീട്ടിലാ. ഫുൾ വൈബുള്ള എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മള് അടിച്ചു കളിക്കട്ടോ. എല്ലാം നമ്പർ 1 കേട്ടോ. ക്യാമറ ഇട്ടെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ഏയ് ഞാൻ പോവാണ്ട് സൂക്ഷിച്ചു. നീ കറക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ഇരിക്കണം. കാറുണ്ടേ. അപ്പൊ അവിടെ സെറ്റാണോ? ആർ യു റെഡി? ഇതാണ് ഏറ്റവും ഹൈറ്റ്. മഴ പെയ്തില്ലല്ലോ. ചാർന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കൂട്ടുകാരെ. തണുക്കുന്നുണ്ട്. കാലം പോകാനുള്ള കേട്ടോ. മഴയില്ലാതിരുന്ന മതിയായിരുന്നു. അടിപൊളി. സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. കുറെ പിടിച്ചിരുന്നോട്ടോ. ഇവിടെ കാണാൻ ഏതൊക്കെ കട എന്തൊക്കെയുണ്ടെന്ന് ശരി. ഇതാണ് പുൽപ്പള്ളി ഉത്സവത്തിന്റെ മറ്റേ ഇത് മരണക്കിണറ് ഇതാ ഒച്ചയുള്ളതുകൊണ്ട് കേൾക്കില്ല. ഓക്കെ ഓക്കെ മഴ മഴ മഴ. തീർന്നു തോന്നണം കേട്ടോ. ഇത്രയാണോ? തീർന്നില്ല എന്നൊക്കെ പറയണേ. എണ്ണ എടുത്തിട്ട് വന്ന് പോയതാണ്. കുറച്ച് ചട്ടേമാര് പറഞ്ഞു കേട്ടോ. കേരള ചെറുതായിട്ട് സ്പീഡ് കൂടുന്നുണ്ടോ? ഉണ്ട് കൂടാ. സ്പീഡൊന്നും ഇല്ല. ഇങ്ങനെയൊന്നും ഒരു സ്പീഡ് ഒന്ന് സ്പീഡ് ഒന്ന് പേടിച്ച് പൈ വരുമ്പോഴാണ് പേടി മാറ്റുന്നത്. അതാണ്ട് പിന്നെ പേടിയുടെ മാറ്റിക്കൾ. വെറുതെ കുടിക്കാൻ വാങ്ങിയതല്ലേ. എനിക്ക് ചെറുതായിട്ട് ഇടയ്ക്കൊരു വഹിക്കളിന്ന്
നെഞ്ചില് പേടിക്കുന്ന സംഭവമാണ്. ആരും ബാക്കിയുള്ളവര് വിചാരിച്ചിട്ട് പേടിക്കുന്ന സംഭവമാണ്. എന്നോട് മതിയായില്ലേ? ഇനി നമുക്ക് വേറെ റൈഡിൽ കയറാട്ടോ. ചെറുകനിതൊന്നും പോരാ, അതിന്റെ അപ്പുറം ആകാശം. അതിനാ ചേട്ടൻ ഫോൺ വിളിക്കുക. ഭയങ്കര ഇതൊന്നും ഇല്ല കേട്ടോ. സ്പീഡ് കറക്കുവാണെങ്കിൽ ഇതുണ്ടാവും. പക്ഷെ തട്ടുന്നുണ്ട് കേട്ടല്ലേ. തട്ടുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് ഇതാവുന്നയാക്കാം. അതിന്റെ ആ സാധനമില്ലേ, ഇതിന്റെ ആ സ്ക്രൂ ഒക്കെ. ഓ, ഇതൊക്കെ ഇവര് സമ്മതിക്കണം. ഇത് വെറുതെ കറക്കുന്ന സമയത്ത് ഇച്ചിരി സ്പീഡ് കറക്കുവായിരുന്നല്ലേ. ഇതെന്ത് വെറുതെ കാറ്റ് കൊള്ളിക്കുന്ന ഇതേപോലെയായിരുന്നു തെറ്റാ. ഇതേപോലെ ആണെങ്കിൽ പൈസ നഷ്ടമല്ല. ജ്വല്ലറി കടയൊക്കെ അടയ്ക്കാൻ സമയമായോ? അതാ ജ്വല്ലറി ഇന്ന് ഞായറാഴ്ച അല്ലേ? ഇല്ല, ഇത് തുറന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മള് വന്നപ്പോ ഉച്ചയ്ക്ക് വന്നപ്പോ അയ്യോ എടാ ഇപ്പഴല്ലേടാ, കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാറിന്. അവനാണ് കാറിന്റെ സമയത്ത് കാറുമില്ല. താഴെ കൂടെ പോകുമ്പോ അയ്യോ കേട്ടോ, നമുക്ക് പറ്റിയത് മുതലാ. കൈയൊക്കെ വിട്ടിരിക്കുന്നു. സെറ്റ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കയറാൻ പോണ ഇതിലാട്ടോ. ഇരുന്നോ? ആ ഞാനും വരുന്നടേ. ആള് കയറിയില്ല, ആള് കയറിയില്ല. ആള് കയറാനുണ്ട്. അയ്യോ നേരെ കുഞ്ഞാച്ചു പോണേ. ഏട്ടാ എന്നെ കൂടെ കയറ്റോടെ കേട്ടാ. അയ്യോ ഞാൻ ചാടി കയറണം. ഓക്കെ ആണോ? ബാഗ് താഴെ വെക്കണോടി? വേണ്ടല്ലോ. കേട്ടോ, ഇങ്ങനെ പിടിച്ചപ്പോഴേ വിചാരിക്കുന്നു. പോരെ? ഇരുട്ടാവുന്നതിന് മുന്നേ വീട്ടിലെത്താൻ പറഞ്ഞതാ. കറങ്ങുന്നുണ്ട് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യും. അടുത്തേല് കയറാൻ എന്താ ചെയ്യാന്ന്? ഡ്രാഗണില് എനിക്ക് കയറണം. ഞാൻ രണ്ടാമത് പറഞ്ഞു. നീ പോയി പൈസ കൊടുത്തിട്ട് ആർക്കറിയാം? കാണാൻ മാത്രമില്ല കേട്ടോ. മുറ്റോന്ന് എഴുതണോ? എവിടേക്കോ
കഴിഞ്ഞോ? കഴിഞ്ഞോ? അയ്യോ നല്ലതായിരുന്നു സൂപ്പർ. ഇതിൽ കേട്ടോ. സാബോനെ വന്നിക്കൊണ്ട് കേട്ടു. ഭയങ്കര സൂപ്പർ അല്ല, കുഴപ്പമില്ല. ഓക്കെ. നമ്മുടെ ഉള്ളതിൽ ഏറ്റവും സൂപ്പർ ഇതാന്ന് തോന്നുന്നു കേട്ടോ. ഡ്രാഗൺ കൂടെ കയറി നോക്കട്ടെ. കേറാൻ പൈസ ഉണ്ടോന്ന് അറിയില്ല. അടിപൊളി. അടുത്തത് ഇതിലാട്ടോ. നമ്മള് മറ്റേ പറയിലാട്ടോ ഇരിക്കുന്നത്. അയ്യോ ഇതില് പോവോ? കാല് ക്രോസ് ചെയ്തോ, ക്രോസ് ചെയ്തോ. ഞങ്ങളെ ചുറ്റും പുറകിലെ നമുക്ക് ഇവരുടെ കൂടെ പോയിട്ട് നല്ലല്ലേ. കാണിക്കാനില്ല നിങ്ങൾ അത് -6 ക്യാമറ വരുവാ. പേടില്ലാത്ത പോലെ ഇതിലെല്ലാരും കേട്ടോ. അയ്യോ ഒരെണ്ണത്തിലെങ്കിലും പേടിയായല്ലോ. ചെറുക്കനെ ഇനി റൈഡ് കാണാൻ പറഞ്ഞ ഭയങ്കര വാശി. അത് ഞങ്ങൾ ആദ്യമായിട്ടോ പാവ് വെച്ച് കഴിക്കാൻ പോകുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ കഴിച്ചിട്ടില്ല. കഴിച്ചോന്നേ. അവന് ഇക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ റൈഡിനുണ്ടായിരുന്നത് ഇച്ചേൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. അവരാണ് പൊരിഞ്ഞ കൂവലും കാണിച്ചിരുന്നു കേട്ടോ. സെറ്റായിരുന്നു കേട്ടോ. എന്തായാലും ലാസ്റ്റത്തെ തോണി പവറാക്കി കേട്ടോ. എൻ്റെ ദൈവമേ, അത് കഴിഞ്ഞിട്ടാണ് ഈ തീറ്റ. കുറച്ച് നേരം കയറി ചാടണം. എന്നെ കൈ പിടിക്കണം. എന്റെ കൈ തൊട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അതാ ഇവൻ വെറുതെ ഇതിനകത്ത് കയറണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടിയാൻ തരും. ഞാൻ പൈസ കൊടുത്ത് കയറിയിട്ട് പരീക്ഷ 50 ചാട്ടം ചാടിച്ചിട്ട് മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ ചീറിപ്പായുന്നു ഈ സാമ്പത്തിക സഞ്ചാരി. അവര് ചാടുന്ന നോക്ക്. ഇവനെ ഞാൻ ഇടിക്കും. ഞാൻ പുറത്തിറങ്ങുമ്പോ ആനിമേഷൻ ഗ്രാഫിക്സ് ആ പിടിക്ക്, ചാട്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഈ ചെറുപ്പക്കാർ ചാടിക്കോ. ഇറങ്ങണോ? ഇറങ്ങണോ? കരയാണ്ടിരിക്കെ. എന്താ വേണ്ടേ? പൈസ ഇല്ലാതെ പൊന്നുകൂട്ടാരെ 50 രൂപ തിരിച്ചു തരുമോ പോലും. 50 രൂപ പോയതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങളൊരു
ചോളം പുഴുങ്ങിയത് കഴിക്കാൻ തീരുമാനിച്ചു കേട്ടോ. ചോളം പുഴുങ്ങിയതിന് മേലെ ഇങ്ങനെ ചെറുനാരങ്ങയും മുളക് പൊടിയൊക്കെ ആക്കിയിട്ട് നല്ല ചൂടുണ്ട് കേട്ടോ. കുഞ്ഞേച്ചിൻ്റെ കൈ കൊള്ളുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അത് കഴിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ കൂട്ടുകാരെ നമ്മളെ വീട്ടിലേക്ക് പോവാ കേട്ടോ. കുഞ്ഞിപ്പെണ്ണൊക്കെ വീട്ടിലാണുള്ളത്. കുറെ നേരം അങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. നമ്മള് വീട്ടിലേക്ക് പോവാണ്. റൈഡിലൊക്കെ കയറി അടിപൊളിയാക്കി കേട്ടോ. ഇടിപ്പോലെ മഴ പെയ്യുന്നു. മഴ ചെയ്യാൻ തുടങ്ങി കേട്ടോ. കറക്റ്റ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും താലം വന്നു കേട്ടോ. അതും കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നല്ല പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കട്ടോ. സമയം 9 മണി തൊട്ടേ ഞങ്ങളോട് സദ്യ ആവുന്നതിന് പിന്നെ വരണമെന്ന് പറഞ്ഞു. വീട്ടിൽ പിറകിൽ ആ പോട്ടെ. ഓരോ വണ്ടി കേറട്ടെ. കറക്റ്റ് സമയം കാട്ടിത്തരാട്ടോ. 9:10 വളരെ ഇരുട്ടാവും മുന്നേ. അമ്പോ വെക്കു നോക്ക്. അതിനെ ഞങ്ങളാട്ടോ കടിക്കല്ലേന്ന് കൂട്ടിക്കറ പോയിട്ട് വെക്കു വെക്കു. ഹാപ്പി ഹാപ്പി എന്തായിരുന്നല്ലോ അമ്മന്റെ പൊന്നെ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി. ഗുഡ് നൈറ്റ്.